ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിലൂടെ പ്രൈസിങ് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയി 2 വീഡിയോയിലൂടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇത് കണ്ടു കഴിയുന്നവർ എന്തായാലും നിർബന്ധമായിട്ടും ഇതിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ടും കൂടി എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ എന്താണ് ഒരു പ്രൈസിങ് സ്ട്രാറ്റജി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജി പറയുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് പ്രൈസ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ക്യാഷ് കൊടുത്ത് വാങ്ങാറുണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ്? ദ എമൗണ്ട് ഓഫ് മണി എക്സ്പെക്റ്റഡ്, റിക്വയർഡ് ഓർ ഗിവൺ ഇൻ പേയ്മെൻറ്റ് ഫോർ സംതിങ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് നമുക്ക് ഓണർഷിപ്പ്, അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മണിയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രൈസ് എന്ന് ബേസിക്കായി പറഞ്ഞത്. ഇനി എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഓരോ കമ്പനികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ടാവുക. ഡിഫറെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റുകൾക്ക് തന്നെ പല ബ്രാൻഡുകൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും, ലക്ഷറിയസ് ബ്രാൻഡിന് ഡിഫറെൻ്റ് ആയിരിക്കും, ബേസിക് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ചില സമയങ്ങളിൽ കമ്പനി പ്രൈസിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് സെറ്റ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റബിലിറ്റി, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു എയിം വെച്ചിട്ടായിരിക്കും. ചില സമയത്ത് ഉദ്ദേശിക്കുന്നത് വളരെ എന്താണ്, ഇവിടെ ജസ്റ്റ് എൻ്റെ മൗസ് കേഴ്സിൽ നോക്കാം, ഡിഫെൻഡ് ആൻഡ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഫ്രം ന്യൂ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് നമ്മളെ കമ്പനിയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കേരളത്തിലാണ് എൻ്റെ കമ്പനി, ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്, ആ കേരളത്തിലുള്ള മെജോറിറ്റി കസ്റ്റമേഴ്സും ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കമ്പനീൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ലീഡറാണ്, വേറെ ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ പുതിയ ബ്രാൻഡുകൾ അതിലോട്ട് വരുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നോക്കാൻ പറ്റണമെന്നില്ല. അവരെക്കാളും ചിലപ്പം ചില ലോസുകൾ ഉണ്ടാവാം, എന്നാൽ പോലും അവരെക്കാളും കൂടുതൽ പ്രൈസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ കൊടുത്തുകൊണ്ട് നടത്തുക, അതൊരു സ്ട്രാറ്റജിയാണ്. ആദ്യം പറഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ് ആക്കുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. അതുപോലെ പുതിയ മാർക്കറ്റിൽ, നമ്മുടെ മാർക്കറ്റിലോട്ട് പുതിയ ആളുകളെ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു മാർക്കറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ടാക്കും. ആൻഡ് ആൾസോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഫൈൻഡിങ് ദ റൈറ്റ് പ്രൈസിങ് സ്ട്രാറ്റജി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാ ഓർഗനൈസേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് സ്ട്രാറ്റജികളുണ്ട്, അത് എങ്ങനെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 2 വീഡിയോകളിലൂടെ നോക്കാൻ പോകുന്നത്. ഇനി ഈ പ്രൈസിങ് സ്ട്രാറ്റജി ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ലോങ് റൺ പ്രോഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ലോങ് റൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ലോങ് റണ്ണിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യും. ചില പ്രൊഡക്റ്റുകൾ എന്തുണ്ടാവും, പെട്ടെന്ന് ഡിക്ലൈൻ ആവുന്ന, എൻ്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവാം, നമ്മളെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലുള്ള ആ ഓരോ സ്റ്റേജസും. ചില പ്രൊഡക്റ്റുകൾ ലോങ് റണ്ണ് വരെ മെച്യൂരിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഗ്രോത്തും മെച്യൂരിറ്റി സ്റ്റേജുമായിട്ട് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ചില പ്രൊഡക്റ്റുകൾ, എസ്പെഷ്യലി ടെക്നിക്കൽ ഗുഡ്സുകളൊക്കെ, അതെന്താവും, ഷോർട്ട് റൺ പ്രോഫിറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വേർഷൻസ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റിലോട്ട് മാറേണ്ടി വരും. ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ഏറ്റവും മിനിമം ടൈമിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരും കമ്പനിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് റൺ പ്രോഫിറ്റുകളാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ സെയിൽസ് കൂട്ടുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ആവാം സ്ട്രാറ്റജിയിൽ. കമ്പനീൻ്റെ ഗ്രോത്ത് ഒരു ഒബ്ജക്റ്റീവാണ്. കോമ്പറ്റീറ്ററെ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളത് വേറൊരു ഒബ്ജക്റ്റീവാണ്. എസ്പെഷ്യലി കൊക്കക്കോള ആൻഡ് പെപ്സി, എപ്പോഴും അത്തരത്തിലുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ സെയിം ലെവലിൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഏറ്റവും നല്ല കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനികളൊക്കെ അവരുടെ, പെപ്സിക്കും കൊക്കക്കോളക്കും 1 ലിറ്ററിൻ്റെ സെയിം പ്രൈസ് ആയിരിക്കും. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അതിൽ കൂടുതൽ പ്രൈസ് ചെയ്യില്ല. അല്ലെങ്കിൽ അവർ ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ ഓഫർ ഇവർ കൊടുക്കാൻ ശ്രദ്ധിക്കും. അതൊക്കെയാണ് മാച്ച് കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള വേറെ ഒബ്ജക്റ്റീവാണ്. ആൻഡ് ഡിസ്കറേജ് കോമ്പറ്റീറ്റേഴ്സ് ഫോർ കട്ടിങ് പ്രൈസ്, കോമ്പറ്റീറ്റേഴ്സ് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൽ നിന്ന് അവരെ എന്താക്കുക, ഡിസ്കറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. പിന്നെ എത്തിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വളരെ കോസ്റ്റ് കുറഞ്ഞൊരു സാധനത്തിന് വളരെ ഹൈ പ്രൈസ് ഇട്ടുകൊണ്ട് ചില കമ്പനികൾ ചിലപ്പം ചെയ്തേക്കാം, പക്ഷേ അത് അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. അപ്പോൾ എത്തിക്കലായിട്ടുള്ളതും അല്ലെങ്കിൽ കമ്പനീൻ്റെ ഐഡിയോളജിയിലൊക്കെ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ഒബ്ജക്റ്റീവാണ് പ്രൈസിങ് സ്ട്രാറ്റജീൻ്റെ. പിന്നെ ഡിസ്കറേജ് ന്യൂ എൻട്രൻസ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പുതിയ ആളുകളെ ആ ഒരു കോമ്പറ്റീഷനിലോട്ട് എൻട്രി ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതും എന്താണ്, ഒരു സ്ട്രാറ്റജിയാണ്. ലാസ്റ്റ് വൺ സർവൈവൽ. എല്ലാ കമ്പനികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പ്രൈസിങ് സ്ട്രാറ്റജി ചെയ്യുന്നത്.
നമുക്ക് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ജിയോൻ്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. അവർ വരുന്ന സമയത്ത് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡായിരുന്നു മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ പുതിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് തിങ്ക് ചെയ്യുന്നതിലപ്പുറമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യും, മാക്സിമം കസ്റ്റമേഴ്സിനെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും, അത്രയും ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായി, അത് സർവൈവലിൻ്റെ ഭാഗമായി കുറേ മെർജേഴ്സ് നടന്നു. മെർജർ ഐഡിയ ആൻഡ് വോഡാഫോൺ മെർജ് ടുഗദർ കുറേ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി പറഞ്ഞെന്നുള്ളൂ. പ്രൈസിങ് സ്ട്രാറ്റജീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് എന്നാൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ആണ് പ്രൈസിങ് സ്ട്രാറ്റജിയെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈസിങ്ങിൻ്റെ ഡിസിഷനെ ഒരു കമ്പനിക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതിനാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. മേ ബി പ്രീമിയം ബ്രാൻഡ് ആണെങ്കിൽ എപ്പോഴും ഒരു ഹൈ പ്രൈസുള്ള അതൊരു ഒബ്ജക്റ്റീവാണ്, സ്ട്രാറ്റജിക് ലെവലിൽ വരുന്ന ഒരു കാര്യമാണ്. അതിലാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവ് പ്രൈസുമായി നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, ന്യൂ എൻട്രൻസിനെ എൻ്റർ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണോ ആ സമയത്തുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, അതിനനുസരിച്ചായിരിക്കും അപ്പോൾ പ്രൈസിങ് വരിക. അപ്പോൾ അവിടെ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ദെൻ പ്രൈസ് ഒബ്ജക്റ്റീവ്സ്. എന്നാൽ പ്രൈസ് ഒബ്ജക്റ്റീവ്സ് കുറച്ച് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ അടുത്ത സ്ലൈഡുകളിൽ ഡിഫറെൻറ്റ് പ്രൈസുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സെക്കൻഡ് ഞാൻ പറഞ്ഞുള്ള പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പനിക്ക് എന്തുണ്ടാവും, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഒക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ലാഭം കൊയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് മാക്സിമം ഏൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം 6 മാസത്തിനുള്ളിൽ അതെന്താവും, ആ പ്രൊഡക്റ്റ് എക്സ്പയർ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡ് കസ്റ്റമേഴ്സിന് നഷ്ടമാവും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൈസ് ഡിസിഷൻ എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഒബ്വിയസ്ലി കോസ്റ്റ്, നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഓവറോൾ കോസ്റ്റ്, റോ മെറ്റീരിയൽ മുതൽ എംപ്ലോയീസിൻ്റെ സാലറി മുതൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അതർ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾ, മാർക്കറ്റിംഗ് മിക്സ് ആയിട്ടുള്ള പ്ലേസും അതുപോലെ ഡിസ്ട്രിബ്യൂഷന്, പ്രൊമോഷൻ, ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് കോസ്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളായി പറഞ്ഞുള്ളൂ. ദെൻ ചാനൽ മെമ്പർ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുമ്പോൾ അതിൻ്റെ മാനുഫാക്ചേഴ്സിനും കസ്റ്റമേഴ്സിനും ഇടയിൽ കുറേ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അതായത് സപ്ലയേഴ്സ് ആവാം, ഹോൾസെയിലേഴ്സ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം. അവർക്കൊക്കെ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ, അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഒരു പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതൊക്കെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സും കൂടി കസ്റ്റമേഴ്സിൻ്റെ അടുത്തെത്തുമ്പോൾ അതൊക്കെ ആഡ് ആയിട്ട് വരും. അതൊക്കെയാണ് ലാസ്റ്റ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ ആ ചാനൽ മെമ്പേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും എന്താണ്, പ്രൈസ് ഇൻഡിക്കേഷൻ്റെ ഒരു വേരിയബിൾ തന്നെയാണ്. ദെൻ കസ്റ്റമർ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ കസ്റ്റമർ വരുന്നുണ്ടാവും, കസ്റ്റമറിന് ഡിമാൻഡ് വളരെ കുറവുള്ള ഒരു കാര്യമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യും, പ്രൈസ് നമ്മൾ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കസ്റ്റമർ ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്തുണ്ടാവും, ആ ഒരു കമ്പനിക്ക് അതിൻ്റേതായ ഒരു പവർ ഉണ്ടാവും. എന്തിൽ, പ്രൈസിങ് ഡിസിഷനിൽ ഒരു പവർ ഉണ്ടായിരിക്കും. ദെൻ ഒബ്വിയസ്ലി ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീഷൻ. എപ്പോഴും നമ്മൾ ഒരു ക്ലോസ് വാച്ച് ചെയ്യണം ആരെ, അതേ കോമ്പറ്റീറ്റേഴ്സ് എന്നാൽ സെയിം പ്രൊഡക്റ്റ് എന്താ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളാണ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ പ്രധാന ഘടകമാണ്. ഒരിക്കലും അവരെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ആ എപ്പോഴും വരെ വാച്ച് ചെയ്യണം, ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അതിനനുസരിച്ചായിരിക്കണം എന്ത് വരേണ്ടത്, പ്രൈസ് വരേണ്ടത്. ഏറ്റവും ലാസ്റ്റായിട്ട് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ്. ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രൈസ് 20 രൂപയായിരുന്നു. ആക്ച്വലി അത് 13 രൂപയിലോട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് ഓർഡറും കാര്യങ്ങളും കൊണ്ടുവന്ന് അത് 13 രൂപയിലോട്ടാക്കി. അപ്പോൾ ആ കമ്പനിക്ക് ഒരിക്കലും ഇനി അത് 13 കൂടുതൽ രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ മറ്റ് ലീഗൽ ഇഷ്യൂസും മറ്റു കാര്യങ്ങളും ഉണ്ടാവാം. കസ്റ്റമേഴ്സിന് അതാത് അതോറിറ്റികൾ എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗലായിട്ടുള്ള ചില ഫ്രെയിം വർക്കുകളുണ്ട്. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കമ്പനിക്ക് എന്തെടുക്കാൻ പറ്റില്ല, പ്രൈസിങ് ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജീസിലോട്ട് ഡയറക്റ്റായി പോവുകയാണ്. ഇത് ഇപ്പോൾ പറഞ്ഞതൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റ് സ്കിമ്മിങ്, വാല്യൂ പ്രൈസിങ്, ലോസ് ലീഡർ, സൈക്കോളജിക്കൽ പ്രൈസിങ്, ഗോയിങ് റേറ്റ് ഓർ പ്രൈസ് ലീഡർഷിപ്പ്, ടെൻഡർ പ്രൈസിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പെനട്രേഷൻ പ്രൈസിങ്, കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഓരോന്നും ഓരോ സ്ലൈഡുകളിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാം.
ഫസ്റ്റ് വൺ മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രൈസിങ് ആണിത്. ഹൈ പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, ലാപ്ടോപ്പാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഹൈ പ്രൈസ് എസ്പെഷ്യലി ടെക്നോളജിക്കൽ ഗുഡ്സ്, ലാപ്ടോപ്പുകൾ, ഡി വി ഡി പ്ലേയേഴ്സ്, പ്ലേ സ്റ്റേഷൻസ്, മൊബൈൽ ഫോണുകൾ, അത്തരത്തിലുള്ള വളരെ എന്തുള്ളത് പെട്ടെന്ന് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കഴിഞ്ഞാൽ ഷോർട്ട് ലൈഫ് സൈക്കിളുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് ലൈഫ് സൈക്കിളുള്ള വിച്ച് വിൽ ഫേസ് കോമ്പറ്റീഷൻ അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് എന്താ, കൂടുതലായിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുകൂടാതെ തന്നെ പെട്ടെന്ന് സെയിൽ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടമാവും. അപ്പോൾ നിങ്ങൾ പുതിയൊരു മോഡൽ മൊബൈൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും അതുണ്ടാവുക. പിന്നെ അതെന്ത് ചെയ്യും, ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും, പിന്നെ അതിൻ്റെ കൂടുതൽ വേരിയൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊരു ഷോർട്ട് റണ്ണിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാക്സിമം പ്രൈസ് എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പ്രൈസ് ഇടും. പിന്നെ ഓരോ സ്റ്റേജസ് കഴിയുന്നതോറും അതിൻ്റെ പ്രൈസ് വളരെ ചെറിയ രീതിയിൽ കുറഞ്ഞു വരും. ഓക്കെ, അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് എന്താ പറയുന്നത് മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൈസിംഗ് ആണ് വാല്യൂ പ്രൈസിങ്, ബേസ്ഡ് ഓൺ കൺസ്യൂമർ പെർസെപ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, സ്റ്റാറ്റസ് പ്രൊഡക്റ്റുകൾ, എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകളൊക്കെ. ഫോർ എക്സാമ്പിൾ ബെൻസിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് ഒരു പെർസെപ്ഷൻ ഉണ്ട് ആ ഒരു ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്. ബിക്കോസ് ഇറ്റ്സ് എ ലക്ഷറി പ്രൊഡക്റ്റ്, അതിന് എത്രത്തോളം എമൗണ്ട് ആവും എന്ന്, അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള അറിയാം. അപ്പോൾ അതെന്താണ്, കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഞാൻ പുതിയൊരു ബെൻസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ബെൻസ് ഇറക്കുകയാണെങ്കിൽ പോലും മീൻസ് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കോസ്റ്റ് വളരെ കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നത് ഇടുന്നത്. ബിക്കോസ് എന്താണ്, കസ്റ്റമേഴ്സിന് അറിയാം എന്താണ് ഇറ്റ്സ് എ ലക്ഷറീസ് ബ്രാൻഡ്, നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത്. മൂന്നാമത്തേതായിട്ട് വരുന്നതാണ് ലോസ് ലീഡർ പ്രൈസിങ്. എസ്പെഷ്യലി സൂപ്പർ മാർക്കറ്റിലുള്ള ഒരു പ്രൈസിങ് ആണ്. എസ്പെഷ്യലി ഈ ഫെസ്റ്റിവൽ സീസണിൽ, ഇപ്പോൾ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ്, ഓണം പോലുള്ള സീസണിലൊക്കെ ചിലപ്പം വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഓഫർ വെച്ചിട്ടുണ്ടാവും ചില പ്രൊഡക്റ്റുകൾക്ക്. ഒരു പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും 50% ഓഫ്, അല്ലെങ്കിൽ ഇത്ര രൂപക്ക് വാങ്ങിയാൽ ഇത്ര രൂപ, അങ്ങനെ എന്തെങ്കിലും പല തരത്തിലുള്ള ഓഫേഴ്സ്. അതാണ് ലോസ്. ഏതെങ്കിലും ഒരു 1-2 പ്രൊഡക്റ്റുകൾക്ക് വളരെ ചീപ്പായി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി അതൊരു അഡ്വർടൈസ്മെൻറ്റ് പോലെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഓഫറുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ വാങ്ങുക. എന്ത് ചെയ്യുന്നു, അത് വാങ്ങും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഓഫറുകളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകൾ വാങ്ങും. അതാണ് പർച്ചേസ് ഓഫ് അതർ ഐറ്റംസ് മോർ ദാൻ കവേഴ്സ് ലോസ് ഓൺ ഐറ്റം സോൾഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പം ആ ഒരു കമ്പനി, ആ സൂപ്പർ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ലോസിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവുക. 100 രൂപേൻ്റെ പ്രൊഡക്റ്റ് ചിലപ്പം വെറും 15 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അതിലോട്ട് അട്രാക്ട് ചെയ്യും. പക്ഷേ ബാക്കി ആ ഓഫർ ഇല്ലാത്ത വേറെ സാധനം നിങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഇതിൻ്റെ നഷ്ടം അവരെന്ത് ചെയ്യുന്നു, അതിലെന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നു. അതിനെയാണ് ലോസ് ലീഡർ പ്രൈസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. ഇനിയാണ് അടുത്തത് വരുന്നത് സൈക്കോളജിക്കൽ പ്രൈസും. പണ്ടത്തെ നമ്മളെ ബാറ്റിൻ്റെ ഷൂസും ചെരുപ്പൊക്കെ പറഞ്ഞ പോലെ ഒരു 999 499, ഇപ്പോൾ തന്നെ നമുക്ക് മൊബൈൽ റീചാർജുകളൊക്കെ കാണാം 249 അല്ലെങ്കിൽ 199 എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലാണ്. 199 എന്ന് പറയുമ്പോൾ അതൊരു 200 എന്നുള്ളത് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നില്ല. നമ്മളെന്താണ്, ഒരു 100 and something എന്നുള്ളൊരു വിചാരമാണ് നമുക്കതിലുള്ളത്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എന്താണ്, 200 ആണ്. അതുപോലെ 249 എന്ന് പറഞ്ഞാൽ 250 ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, 200 ഓർ അതിനോട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഒരു സൈക്കോളജിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രൈസിനെയാണ് എന്ത് പറയുന്നത്, സൈക്കോളജിക്കൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രൈസിങ് സ്ട്രാറ്റജീസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോയിൽ ബാക്കിയുള്ള നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജീസും കൂടി ഡിസ്കസ് ചെയ്യാം.